ഹായ്, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജിം ടൂറാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ക്ലബിൻ്റെ പേരറിയാലോ, ബെലേർ ഹെൽത്ത് ക്ലബ് എന്നാണ്. സോ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ആനബോട്ടിക് സ്റ്റിറോയിഡ്സ് ഇതുപോലെ ഉപയോഗിച്ചൊന്നും ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്താറില്ല. ഫുള്ള് നാച്ചുറലാണ്. സോ ജിമ്മെല്ലാം കാണാം. ഇതാണ് നമ്മുടെ ജിമ്മ്. ഓക്കെ, ഇവിടെ നിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ആരുമില്ല, ഞാനാണ് ലാസ്റ്റായിട്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് മിക്ക ദിവസവും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇവിടുത്തെ ഡംബിൾസ് ഉണ്ടല്ലോ, പഴയ മോഡൽ ഡംബിൾസ്, ഈ ഡംബിൾസ് കണ്ടിട്ട് അഡ്മിഷൻ ഫീസ് കൊടുത്ത ശേഷം പിറ്റേ ദിവസം വന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഇനി പേയ്മെൻറ്റ് തിരിച്ച് വേണം എന്ന് ഇവിടുത്തെ ഒരു ചേട്ടനോട് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ജസ്റ്റ് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്, 1 month കഴിഞ്ഞ് കംഫർട്ട് അല്ലെങ്കിൽ ക്യാഷ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ 2 week വർക്കൗട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഭയങ്കര കംഫർട്ടാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ. ഇവിടുത്തെ സിസ്റ്റമൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ്. ഇപ്പോഴാണ് എല്ലാവരും യൂട്യൂബ് വഴി പ്രോഗ്രസീവ് ഓവർലോഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ സാറ് വേണുഗോപാൽ സാറ് തന്നെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ എല്ലാ വർക്കൗട്ടും റൊട്ടീൻ എഴുതി കൊടുത്ത് അതിനെ ട്രാക്ക് ചെയ്ത് പേഴ്സണൽ ട്രെയിനിങ് എടുക്കാത്ത ക്ലയൻസിന് പോലും നോട്ട്ബുക്കിൽ എല്ലാം ട്രാക്ക് ചെയ്ത് എഴുതി കൊടുത്താണ് ട്രെയിനേഴ്സ് എല്ലാം വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത ശേഷമാണ് അവരെ പോലും ബിഗിനേഴ്സിനായാലും എല്ലാവരെയും ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വിടുന്നത്. സോ അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് കംഫർട്ടാണ്. അതുപോലെ അത്രയ്ക്ക് നോളജ് കൊടുത്താണ് ഇവിടുത്തെ മിക്ക ക്ലയൻസും പുറത്തോട്ട് ഇറങ്ങുന്നത്. സോ ബെലേറിനെ കുറിച്ച് മിക്കവർക്കും അറിയായിരിക്കും ട്രിവാൻഡ്രത്തുള്ള. സോ എന്താ പറയുക, ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ വന്നു, അത് കഴിഞ്ഞ് ഇവിടുത്തെ ട്രെയിനറായി. നൗ ഐ എം ഹാപ്പി. ഞാൻ ഹാപ്പിയാണ് ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ പഴയതാണല്ലോ. സോ അല്ല, എല്ലാം പുതിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. സോ അടിപൊളിയാണ്. ഇവിടുത്തെ ഫീസ് വന്നിട്ട് 700 rupees മന്ത്ലി. ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് കം ടു ബെലേർ. നർമ്മദ കോംപ്ലക്സിൻ്റെ അകത്താണ്. അഡ്മിഷൻ ഫീസ് 1000 rupees, മന്ത്ലി 700 rupees ആണ്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ജിം ടൂർ. യെസ്, ഇവിടുത്തെ മെഷീൻസ് ഒക്കെ കണ്ടല്ലോ അല്ലേ. പിന്നെ സൈക്ലിംഗ് ഉണ്ട്, ബോക്സിംഗ് കിറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ബോക്സിംഗ് കിറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കം ബെലേർ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ജിം ടൂർ. വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ മിക്ക ദിവസം ഞാൻ ലേറ്റ് ആയിട്ടാണ് വർക്കൗട്ടിന് വരുന്നത്. പക്ഷെ ഒരു ടൈം ആയിരിക്കും, ഒരു ടൈമിങ് ഒരു 1 hour ഡിഫറൻ്റ് ഒക്കെ വരത്തുള്ളൂ. സോ കീപ് ഗോയിങ്. എല്ലാവരും ട്രാൻസ്ഫോർമേഷൻ വരുത്തുക. മാക്സിമം നാച്ചുറലായിട്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ നോക്കുക. ആവശ്യമില്ലാത്ത സ്റ്റിറോയിഡ്സും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കഴിച്ച് പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ നോക്കണ്ട. നിങ്ങളൊരു കോമ്പറ്റീഷൻ ലെവലിലോ വേറെ എന്തെങ്കിലും അത്ലറ്റിക് പരമായിട്ടോ ഇറങ്ങുന്ന ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആരെയും ഗൈഡ് ലൈൻസ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള മെഡിസിനിലോട്ട് പോകാതിരിക്കുക. കുറച്ച് സമയം എടുക്കും ട്രാൻസ്ഫോർമേഷൻ ആവാൻ. ജസ്റ്റ് വെയിറ്റ്. കുറേ നാളായിട്ട് നമ്മൾ വെയിറ്റ് വെച്ച് വന്നതല്ലേ. സോ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ആവാനും കുറേ നാളെടുക്കും. പക്ഷേ ഞാൻ സ്റ്റിൽ 80 കിലോ. ഞാൻ 103 കിലോയിൽ വന്നതാണ്. ഞാൻ ഇപ്പോഴും 80 കിലോയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാണ്. കുറച്ച് ഫാറ്റൊക്കെ ആയിട്ടുണ്ട്. മിക്കവാറും മസിൽ ലോസ് ഉണ്ടായി കാണും. സോ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് വർക്കൗട്ട് ഡെയിലി ഉണ്ടായിരുന്നു. ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ അത്ര ട്രാക്കല്ലായിരുന്നു. സോ ലാസ്റ്റ് 15 days ആയിട്ടെല്ലാം ഒരുവിധം ട്രാക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ. മിക്ക ദിവസവും വീഡിയോ ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന സബ്ജക്ട്സ് ഒക്കെ 5 minutes അകത്തുള്ള വീഡിയോയിൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ്. 2000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി.
എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, കാണുന്നവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.